അതും ഇപ്പോൾ മാതാവിൻ്റെ ഞങ്ങൾ ഈ തൈലമാണ് തേക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ല. അതാണെന്ന് വെച്ചാൽ അവൾ ഉറങ്ങുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം, ഇങ്ങനെ ശ്വാസം എടുക്കുന്നതിൻ്റെ. ഇപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലങ്ങളില്ല. അതുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വെച്ചാൽ വീണ്ടും എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഈ ഉടമ്പടി എടുത്തതിനൊക്കെ ശേഷം. ആ ആക്സിഡൻറ്റിൽ എനിക്ക് എൻ്റെ മാതാവ് താങ്ങി നിലത്ത് വെച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊരു പോറൽ പോലും ഏറ്റില്ല. എൻ്റെ റൈറ്റ് ലെഗും ഫുള്ള് കമ്പിയാണ് അങ്ങ്. അപ്പോൾ ആ വണ്ടി ആണെങ്കിലും എൻ്റെ കാലിൽ വീണില്ല. എങ്ങനെ തിരിഞ്ഞ് അപ്പുറത്ത് വീണമെന്നൊന്നും എനിക്കറിയില്ല. അതെനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഒരു ഇടിമിന്നൽ, അത് തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാനുണ്ട്, വൈഫും ഉണ്ട്, ചെറിയ മഴയുണ്ട്. അപ്പോൾ തുണി ഇങ്ങനെ കല്ലിൽ കുത്തി പിഴിയുന്ന അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഇടിമിന്നൽ. ആ ഇടിമിന്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുമ്പിളിൽ നമ്മൾ തീ വെച്ചാൽ ഗ്യാസ് സിലിണ്ടറിലൊക്കെ തീ ഫ്ലെയിം ഇങ്ങനെ നിൽക്കില്ലേ, നല്ല നീല ഇത്. അപ്പോൾ ആ ഒരു ഫ്ലെയിം എൻ്റെ കൈക്കകത്ത് നിന്ന് എനിക്ക് എൻ്റെ കയ്യിൽ എന്ത് കറണ്ട് അടിക്കുന്ന പോലെ ഒരു ഫീലിങ്. ആ ഒരു ഒറ്റ സംഗതിത്തേക്ക് എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞെട്ടിപ്പോയി ഞങ്ങൾ വീട്ടുകാരും എല്ലാവരും. അതുപോലെ ഒരു ഇതായിരുന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവൻ കിട്ടുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത് ഒരു കർണാലയം എന്ന് പറഞ്ഞൊരു, അതായത് പ്രായ ആൾക്കാർ അവരുടെ അടുത്ത് പോകാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാറുണ്ട്. ഒരു 4-5 പൊതിയൊക്കെ ഉണ്ടാക്കി സമയം കിട്ടുന്ന പോലെയൊക്കെ എല്ലാ ദിവസങ്ങളിലൊന്നുമല്ല, പറ്റുന്ന രീതിയിൽ വഴി സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ രാവിലെയൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു എനിക്ക്. മടിയെന്ന് വെച്ചാൽ എല്ലാവരെ പോലെ ഞാൻ ആദ്യമായൊക്കെ പത്രം കൊടുക്കാന്ന് വെച്ചാൽ പത്രം എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ബൈക്കിനാണ് പോകുന്നത്. അപ്പോൾ ബൈക്കിന് പോയിക്കുമ്പോൾ ഹെൽമെറ്റ് പോലും ഊരത്തില്ല. വഴി കാണുന്ന ആർക്കെങ്കിലും കൃപാസനത്തിലെ പത്രമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോരുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ജോലി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിൽ ഭയങ്കരമായ എന്തോ ഒരു വിശ്വാസം എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയാൻ തുടങ്ങി, ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ പള്ളികളിലും ഒക്കെ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ ആൾക്കാർ കൂടുന്നിടത്ത് കൊണ്ട് കൊടുത്തു നോക്കി. എന്നിട്ടും എനിക്കൊരു മനസ്സിനൊരു ഇത് തോന്നിയില്ല. പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ സമയത്തും കൊടുക്കാറില്ല. ജോലി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കെട്ട് പത്രമായിട്ട് ഞാൻ ഇറങ്ങും. ഏതെങ്കിലും കഴിയുന്ന ഉൾപ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. പോയിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി ഞാൻ കൊടുക്കും. അന്നേരം എനിക്ക് അന്നേരം നാണോ ഇല്ല, കാര്യങ്ങളോ ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആ ഒരു മടിയില്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 6-7 മാസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാത്തവരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ.